ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വരുമ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ് ആയിട്ടൊന്നുമില്ല, ബട്ട് റിവൈൻഡ് ഓഫ് 2026 ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടാം എന്ന രീതിക്കാണ് എടുത്തത്. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റ് പോകുമ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് പറഞ്ഞുതരാം ആദ്യം. അപ്പോൾ മെയിൻ്റെനൻസിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ 12-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 6:30 സമയമാകുമ്പോൾ നമ്മുടെ ഗെയിം പോകുന്നതായിരിക്കും, മെയിൻ്റെനൻസ് ആവും. ആൻഡ് അതിൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച നമുക്ക് എന്താ നോർമൽ ഒരു മെയിൻ്റെനൻസ് എൻ്റെ ടൈം ഉണ്ടല്ലോ, 1:30 സമയം. ആ സമയത്തേക്ക് പുതിയ ഗെയിം 2027 പെസ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ അവൈലബിൾ ആവുന്നതായിരിക്കും. ആൻഡ് കഴിഞ്ഞ വർഷം 2026 പെസ് ഈ ഫുട്ബോൾ വന്നപ്പം കുറച്ച് നേരത്തെ വന്നായിരുന്നു, 1:30 വെയിറ്റ് ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പം 1:30 മുമ്പ് കിട്ടാമില്ല, ശേഷം കിട്ടാം, ഇവരുടെ സെർവറാണ്. പക്ഷേ എന്തായാലും ആ വ്യാഴാഴ്ച തന്നെ കിട്ടുന്ന ഉറപ്പാണ്. ആൻഡ് കുറച്ച് സാധനങ്ങൾ എക്സ്പയർ ആവുന്നുണ്ട്, ക്യാമ്പയിൻ ഹബ്ബ്, ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ ഇവൻറ്റ്സ്, ഈ ഫുട്ബോൾ ലീഗ് എന്ന് പറയേണ്ട, അങ്ങനെ ഇപ്പം എന്തൊക്കെ ഗെയിമിലുണ്ടാക്കി എക്സ്പയർ ആവും. കോയിൻ പർച്ചേസിൻ്റെ ആ സാധനം മാത്രം അവിടെ ഉണ്ട്, ബാക്കിയുള്ള സ്റ്റാർട്ടർ സെറ്റൊക്കെ എക്സ്പയർ ആവുന്നതാണ്. അപ്പോൾ മെസ്സിൻ്റെ പാക്ക്, യമാലിൻ്റെ പാക്കൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോവും. കുറേ പാക്സ് ഇപ്പം തന്നെ പോയി തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. മൗറീനോയുടെ എഡിഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സ്റ്റാർട്ടർ പാക്കറ്റ് വന്നത്, അത് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ വേറെ സ്റ്റാർട്ടർ സെറ്റ് വെച്ചിട്ട് അവർ തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ എക്സ്പയർ ആവും 12-ാം തീയതി ആ ഒരു ഗെയിം മെയിൻ്റെനൻസ് ആകുമ്പോൾ. ആൻഡ് പിന്നെ പറയുന്നത് ഫ്രീ സ്പേസ് ആണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. ഇപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ, മേജർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഒരു ഫ്രീ സ്പേസ് ഉണ്ടാകുന്നത് മുഖ്യമാണ്. ഇപ്പം ആൻഡ്രോയിഡിലേക്ക് ഒന്ന് 3.1 എന്നാണ് അവർ മെൻഷൻ ചെയ്തത്, ഇതിൽ iOS ആണ് എൻ്റെ ഡിവൈസ്. അപ്പം 3.5 ആണ് ഇതിൽ അവർ പറയുന്നത്. 3.5 എന്നൊക്കെ പറയൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു മിനിമം ഒരു 5 GB എങ്കിലും സ്റ്റോറേജിൻ്റെ ഉറപ്പ് വരുത്താം. അത് മിക്കവാറും പണി ഇട്ടാറുണ്ട്. എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 100% കറങ്ങി അവിടെ നിൽക്കും, ഫുള്ളാവില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ 5 GB എങ്കിലും ഉറപ്പ് വരുത്താം. പിന്നെ ലൈൻ ഒബ്ജക്റ്റ്, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത് ജസ്റ്റ് സ്റ്റെപ്പപ്പിൻ്റെ കാര്യങ്ങളാണ്. സ്റ്റെപ്പ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയാണ് അത് വന്ന സമയത്ത് തന്നെ, വലിയ സീനില്ല. പിന്നെ ഡെയിലി ഗെയിം അപ്ഡേറ്റ് ആണ്. ഇപ്പോഴുള്ള ലാപ്പ് റിവാർഡ് അറിയാലോ, ഷവ്ചെങ്കോ തുടങ്ങിയിട്ടുള്ള ലാപ്പ് റിവാർഡാണ്. ആ ലാപ്പും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ റിവാർഡ്സൊക്കെ എക്സ്പയർ ചെയ്തിട്ടാണ്. അപ്പം ഷവ്ചെങ്കോ അതിന് കിട്ടൂല. നെക്സ്റ്റ് വരുന്നത് സം സ്കിൽ നെയിംസ് ചേഞ്ച് ആവുന്ന പറഞ്ഞിട്ടാണ്. അത് നമ്മുടെ ലാംഗ്വേജിലല്ല, അതൊരു താഴത്തെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സം ഓഫ് ദി ലാംഗ്വേജസ്, ഏതെങ്കിലും കുറച്ച് റാൻഡം ലാംഗ്വേജസിൽ നിന്ന് സ്കിൽ നെയിംസ് മാറ്റും. സ്കില്ല് മാറ്റുന്നില്ല, സ്കിൽ നെയിം മാറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ പെസ്സിൽ 1 ടച്ച് പാസിന് 1 ടൈം പാസ് എന്നായിരുന്നു പേര്. അത് ഈ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ 1 ടച്ച് പാസ് എന്ന് മാറ്റിയതാണ് പേര്. അതുപോലെ കുറച്ച് ലാംഗ്വേജസിൽ അങ്ങനത്തെ കുറച്ച് സ്കിൽസിൻ്റെ പേര് മാറും. അതാണ് അവർ പറഞ്ഞിടത്തുള്ള വലിയ കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇതിനകത്തില്ല. നെക്സ്റ്റ് വരുന്നത് പറയുമ്പോൾ നമ്മുടെ നോട്ടീസ് ഫോർ ചൈൽഡ് അക്കൗണ്ട് യൂസേഴ്സാണ്. ചൈൽഡ് അക്കൗണ്ട് യൂസേഴ്സ് എന്ന് പറയുമ്പം പേടിക്കൊന്നും വേണ്ട, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എനിക്കറിയാം. നിങ്ങളിപ്പോൾ കൊനാമയുടെ ലിങ്ക് ചെയ്ത സമയത്ത് സൈറ്റിൽ ചില സമയത്ത് ഏജ് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ പറയും. ആ സമയത്ത് നിങ്ങൾ കൊടുത്ത ഡേറ്റ് മിക്കവാറും 18 ഇയേഴ്സിൻ്റെ എബോവ് ആയിരിക്കും ആ സമയത്ത്. കാരണം ഇപ്പോൾ അണ്ടർ 18 ആണെങ്കിലും ആ സമയത്ത് കുറേ കൺസെൻറ്റും അതുപോലെ കുറേ പ്രോട്ടോകോൾസൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊടുത്ത ഇയർ 18 വയസ്സായി എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അത് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് മാച്ച് റിലേറ്റഡ് ഇഷ്യൂസാണ്, അത് അടുത്ത വർഷത്തേക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആൻഡ് ഇത് കുറച്ച് അൺഅവൈലബിൾ പ്ലെയേഴ്സ് ആൻഡ് മാനേജേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഇക്കൊല്ലം തന്നെ ഒരുപാട് മാനേജേഴ്സും പ്ലേയേഴ്സൊക്കെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മളെ എയിമിൽ, അതൊക്കെ പോകുന്നതായിരിക്കും. ബാക്കിയുള്ള കാർഡ്സും വലിയ സീൻ ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് കാർഡ്സിൻ്റെ കാര്യത്തിലാണ് അൺഅവൈലബിൾ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ആവുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ നോക്കാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇനാക്റ്റീവ് അക്കൗണ്ട്സിൻ്റെ ഡാറ്റ ഡിലീഷനാണ്. അത് ഇവരെപ്പോഴും പറയുന്നതാണ്, 6 മാസത്തിനുള്ളിൽ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ അക്കൗണ്ട് എടുത്ത് കളയും. അക്കൗണ്ട് എടുത്ത് കളയുന്ന വെച്ചാൽ ഡാറ്റ മൊത്തം എറേസ് ആവും. ഡാറ്റ ലിങ്ക്ഡ് ആയിരിക്കും, പക്ഷേ അതിൽ നോ ഡാറ്റ ടു ട്രാൻസ്ഫർ എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ ഈവൻ നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിലും. അപ്പം ആ സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 6 മാസത്തിനുള്ളിൽ കയറാൻ നോക്കുക. ഇവർ പറയുന്നത് വെച്ചാൽ വെർഷൻ 5.00 ശേഷമുള്ള അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ അപ്ഡേറ്റിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ട് ഡാറ്റ ഡിലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു വെർഷന് ശേഷം, അതായത് വെർഷൻ കറക്റ്റ് എനിക്ക് അറിയില്ല, എന്തായാലും ആ വെർഷൻ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് ജസ്റ്റ് കയറുക, ലോഗിൻ ബോണസ് കളക്ട് ചെയ്യുക. ഇതാണ് ലോഗിൻ്റെ പ്രോസസ്സ്, അത്രേ ഉള്ളൂ. അത് ചെയ്താൽ മതി. ഏതെങ്കിലും ബോട്ട് അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോണ വേറെ സാധനമാണ്. നമുക്ക് 2026 കിട്ടിയ മെയിൻ എപ്പിക് കാർഡ്സ് ആൻഡ് ഷോർട്ട് ടൈം കാർഡ്സ് കാണിച്ചിട്ട് അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. പട്ടിഷോ കാണിക്കുക, അത്രേ ഉള്ളൂ. വേറെ കാർഡ്സും കാണിക്കില്ല, മെയിനായിട്ടുള്ള ഈ കാർഡ്സ് മാത്രം കാണിക്കുന്നത്. ഇപ്പോൾ ഹസാർഡ് മുതലാണ് നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടി തുടങ്ങിയത്. ഹസാർഡ് പോട്ടെ, എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ ബൊണോച്ചി, ഇതാണ് എൻ്റെ എല്ലാ ഭാഗത്തിനും തുടക്കം.
പെസ് വന്ന ആദ്യത്തെ പാക്ക് ഇതാണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ. ബോണുച്ചി, നഗമോട്ടോ ആൻഡ് കോസ്റ്റകോട്ടയെന്ന് തോന്നുന്നു. ഫസ്റ്റേക്ക് 100 ഗോൾ അന്ന് രാത്രി അടിച്ച പ്ലെയറാണ് ബോണുച്ചി. ഇത് മുതലാണ് എനിക്ക് ഭാഗ്യം തുടങ്ങിയത്. ആൻഡ് പിന്നെ ടസലിംഗ് വെൻറ്റില്ല തോന്നുന്നു ബരേസിയും റൊസിസ്കിയൊക്കെ അടിച്ചത്. അതിനുശേഷം നമുക്ക് കൊക്ചുവിനെ ഇതിനകത്ത് പെനാൽറ്റി ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടി. സിൽവസ്റ്ററിനെ ഞാൻ പൈസ എടുത്ത് വാങ്ങിയാണ്. അന്നേരക്ക് ഫുൾ ബാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു യൂസ് ആയിരുന്നു പുള്ളീൻ്റെ. 50 രൂപക്ക് വാങ്ങിയ ഒരു സ്റ്റാർട്ടർ പാക്കായിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് പെനാൽറ്റി ഇല്ല, നമ്മുടെ ഡിവിഷൻ ഫേസ് റിവാർഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലെയറാണ് ഇസ്കോ. എല്ലാ ലാപ്പ് റിവാർഡ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് എക്സെപ്റ്റ് ഗ്രീലിഷിൻ്റെ. കാരണം അതിൽ മാത്രം ആ ഒരു ഫേസിൽ മാത്രം എന്താ അറിയില്ല, ഗ്രീലിഷിന് 5 ലക്ഷത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണമായിരുന്നു ഡിവിഷൻ 1. അപ്പം അതെനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് മിക്സ് ആയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ലെവൻഡോസ്കി ഫ്രീ ആയിട്ട് കിട്ടിയാണ്. പിന്നെ പറയാനുള്ള കാര്യമാണ് ചില്ലിന് ആൻഡ് പുയോളി ബ്ലാക്ക് ആനിമേഷൻ. ഫസ്റ്റ് ബ്ലാക്ക് ആനിമേഷനാണ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കാണുന്നത്. ആൻഡ് ഞാൻ ചെക്ക് അല്ലെങ്കിൽ കില്ലീനി പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചപ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കില്ലീനും ചെക്കായ പിന്നെ ഒന്നും നോക്കണ്ട, സെറ്റ് ഡിഫൻസും ഗോൾ കീപ്പറും. അപ്പോൾ ആ രീതിക്ക് നിന്നപ്പോഴാണ് പുയോളൻ കില്ലീനി വരുന്നത്. ഞാൻ കോളേജിൽ നടന്നുകൊടുക്കുന്ന സമയത്താണ്. എൻ്റെ ഫീലിംഗ് വേറെ ആയിരുന്നു. പക്ഷേ എന്തായാലും ടോപ്പ് 2 CPS എനിക്ക് ബ്ലാക്ക് ആനിമേഷൻ തന്നു കൊനാമി. പിന്നെ ഒബാമയങ് ഡിവിഷൻ 2ൻ്റെ റിവാർഡായിരുന്നു. കുറേ യൂസ് ചെയ്തിട്ട് കേട്ടോ. മറ്റേ ഒബാമയും കിട്ടുന്നവർ ഈ ഒബാമയെ യൂസ് ചെയ്യുന്നുണ്ട് സ്പീഡൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി ബാറ്റോനായിട്ട്. പിന്നെ റിവാർഡാണ് ലൂയിസ് ഡങ്ക്. അത്ര യൂസ് ചെയ്യാറില്ല ഇവൻസിലല്ലാണ്ട്. പിന്നെ ഹെൻഡേഴ്സൺ ആൻഡ് റൈക്കാർഡ്, ഇതാണ് മെയിൻ എൻ്റെ ആങ്കർ മാൻസ് ഗെയിമിലുള്ള ടോപ്പ് 2 കാർഡ്സിനാണ്. റൈക്കാർഡ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഡാനിക്കർ വാല് ഇവൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷേ നല്ല എഡ്ജ് ക്രോസിങ് സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. പിന്നെ മൈക്രോ ലീസാണ് ഫസ്റ്റ് ബ്ലിറ്റ്സ് കളർ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. അപ്പോൾ ബ്ലിറ്റ്സ് കളർ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറേ മാച്ചസ് കളിപ്പിച്ചു, ബ്ലിറ്റ്സ് കളർ എക്സ്പീരിയൻസ് ചെയ്തു, അവിടെ വെച്ചു. ഫ്രാൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യത്രേ ഉള്ളൂ. പിന്നെ ഹാജിഡേഫ് അത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഹസനാറ്റി മെയിൻ സ്കൂളിൽ കളിക്കുന്ന പ്ലെയറാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള പ്ലെയറാണ്. നല്ല ബാലൻസ്ഡ് സ്റ്റാറ്റ്സിലാണ് ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവിലായിട്ട്. ഡിസൈഡ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പുള്ളി റൈറ്റ് ഫൂട്ടറാണ്, റൈറ്റ് വിങ് ഫോർവേഡ് ആണെങ്കിൽ കൂടെ ലെഫ്റ്റിൽ ഡുവൈനെ ഇടും, റൈറ്റിൽ ഒലീസനെ ഇടും, ഒരു ബിസ്കളിൽ അടിച്ച് ഇങ്ങനെ കളിച്ചായിരുന്നു. രസമായിരുന്നു കളിപ്പിക്കാൻ. പിന്നെ അവിടെ വെച്ചു. ഫെറർക്ക് പിന്നെ ഈ സനൈറ്റിന് കിട്ടി. സനൈറ്റിക്ക് ഫസ്റ്റ് സ്പിന്നിൽ കിട്ടി. ഫസ്റ്റ് സ്പിന്നിലേക്ക് ടാർഗറ്റ് കിട്ടി, സിംഗിൾ സ്പിന്നിൽ. ഏകദേശം ആറ് കിട്ടിയാലും ഓക്കെ ആണ്. ഫെറർ കിട്ടി. അങ്ങനെ ഫെററിനെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഒഫൻസീവ് ഫുൾ ബാക്ക് ഫെററാണ് പിന്നെ യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇത് റെസ്റ്റോറൻ്റ് ആണ്ട് അവിടെ വെച്ചാണ്, ഐറ്റും ഇല്ല, സ്പീഡിയാണ് പക്ഷേ കനവേരൊക്കെ പോലെ. ആൻഡ് ഹൊയ്സൺ ഞാൻ ഇവൻ്റ് കളിപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്താണ്, നല്ല യൂസ്ഫുള്ളാണ് പുള്ളി. പിന്നെ ടൊണാലി എടുത്ത് വെച്ചിട്ടുണ്ട്, ഫേസ് റിവാർഡ് കിട്ടിയത്. പിന്നെ ഡൊണാഡോണിക്ക് ആ ഒരു ഇവൻ്റ് കിട്ടി. ഞാൻ ബോയൻ ക്രിക്കറ്റിന് വേണ്ടി കറക്റ്റ് ആവുന്ന ഇവൻ്റെക്ക് ആ ഒരു ടാർഗറ്റ് അതായിരുന്നു. പക്ഷേ ഡൊണാഡോണി തന്നു, കുറച്ചാലും കളിപ്പിച്ചു. പിന്നെ അവിടെ തന്നെ വെച്ച് ഇറ്റാലിയൻ ലീഗ്സൊക്കെ വരുമ്പോൾ കളിപ്പിക്കാറുണ്ട്. പിന്നെ ഇൻസാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ചൂസ് ചെയ്തെടുത്താണ് സൂപ്പർ സബ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം പുള്ളിനെ എടുത്തു. പിന്നെ റോബ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ 500 കോയിൻ ഡിസ്കൗണ്ട് വന്നല്ലോ ഈ ജോർജ് ബെസ്റ്റും അതുപോലെ മൈക്കിളൊക്കെ വന്നപ്പം. എനിക്ക് ആ 2 പേരെ ആക്ച്വലി ടാർഗറ്റ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 500 കിട്ടിയില്ല, 500 കോയിൻ കിട്ടിയില്ല, 475 കോയിനിൽ നിന്ന്. ഇപ്പം എൻ്റെ ഉള്ള കോയിൻ വെച്ച് കറക്കാറുമ്പോൾ കിട്ടിയപ്പോൾ 3ാമത്തെ സ്പിന്നിലങ്ങ് അടിച്ച പ്ലെയറാണ് ഈ പുള്ളി റയൻ റോബ്സൺ. പക്ഷേ നല്ല ഇമ്പ്രസീവ് പെർഫോമൻസ് ആണ്. ആ ഒറ്റ മിസ്റ്റേക്കാണ് ബിൽസ് കളർ കൊടുത്ത് പുള്ളിക്ക്. അത് എത്ര കേൾ 78 കേളോ അങ്ങനത്തെ പോകുള്ളൂ പുള്ളിക്ക് മാക്സിമം ഇട്ടാൽ, എൺപോ എത്തിക്കുക ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയറിന് എന്തിന് ബിൽസ് കളർ കൊടുത്തു ഒറ്റ ചോദ്യമുള്ളൂ. ലോസ് ക്രീമർ കൊടുത്താൽ ഡെഫിനറ്റ്ലി നല്ലൊരു ബെറ്റർ കാർഡാവുമായിരുന്നു, കുറച്ചുകൂടെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി യൂസ്ഫുൾ ആകുന്ന കാർഡായിരുന്നു. ഇപ്പോഴും അടിപൊളി പെർഫോമൻസ് ആണ്, പക്ഷേ സ്കില്ല് കൊടുത്തത് മണ്ടത്തരായിരുന്നു. അപ്പം 90 എപ്പോൾ കിക്കുമ്പോൾ 80 മിനിറ്റ്സൊക്കെ ഉള്ള പ്ലെയറാണ്, പക്ഷേ സ്കില്ല് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ പാസ് പിന്നെ ഓക്കെയാണ്. പിന്നെ പറയാനുള്ള പ്ലെയറാണ് നമ്മളെ വാൻഡേക്ക്. എൻ്റെ ഡിഫൻസിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറ്റിയത് പുള്ളി വന്നതിന് ശേഷമാണ്. പുള്ളിയാണ് എനിക്കൊരു മെറ്റാൻ വിളിക്കാൻ പറ്റുമറിയില്ല, പക്ഷേ സ്റ്റിൽ ഒരു ടോപ്പ് ബിൽഡപ്സിൽ ഒന്ന് തന്നെയാണ് വാൻഡേക്ക്. ആൻഡ് കുറേ പേർക്ക് പുള്ളിനെ ഇഷ്ടമില്ല. ഐ ഡോണ്ട് നോ വാട്ട് വൈ. ലൈക്ക് എനിക്ക് അടിപൊളിയാണ്, എനിക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചിരുന്നു ആദ്യം, ഞാൻ പ്രോഗ്രഷനൊക്കെ മാറ്റി സെറ്റാക്കി. ആൻഡ് ഇപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. ഹെയർ റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, സ്പീഡുണ്ട്, ഏരിയ കവർ ചെയ്ത് നിൽക്കുന്ന ആയിക്കോട്ടെ, ടാക്കിൾസ് ആയിക്കോട്ടെ, ഒക്കെ അടിപൊളിയാണ്. എനിക്ക് നല്ല പെർഫോമൻസ് ഇരുന്ന കാർഡ് തന്നെയാണ്. എനിക്ക് മെറ്റാ എന്ന് പറയാൻ പറ്റുമോ, പക്ഷേ സ്റ്റിൽ ടോപ്പ് പെർഫോമിങ് കാർഡ് തന്നെയാണ് എൻ്റെ ഒരു അക്കൗണ്ടിൽ. പിന്നെ ലീക്ക് അങ്ങനെ ഞാൻ ചുമ്മാ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു. പാസിംഗ് ഒക്കെ അടിപൊളിയാണ് പുള്ളിൻ്റെ, പക്ഷേ ഞാൻ മാറ്റി വെച്ച് കസാക്കി ഒരു കാര്യമില്ല, ഞാൻ കളിപ്പിക്കാറ് പോലില്ല. ഡിഗി അടിപൊളിയാണ്. പിന്നെ
പാറ്റോ ഗൈസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരുപാട് മെറ്റോ കാർഡ്സ് നിങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പം എറ്റോ, ഷെവ്ചെങ്കോ, റുമ്മി അവരുടെ കൂടെ ഒക്കെ തന്നെ വെക്കാൻ പറ്റുന്ന കാർഡ് തന്നെയാണ് പാറ്റോ. ബട്ട് ഈ കൊനാമി ചെയ്ത പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് പരിപാടി ഇവർ ചെയ്യും. സിംഗിൾ സ്കിൽഡ് ആയിട്ടാണ് ഈ പ്ലെയറിനെ കൊണ്ടുവന്നത്. ആക്സലറേഷൻ ബേസ്റ്റ്. പക്ഷേ ഞാൻ ബിലീവ് മീ ഗൈസ്, ആക്സലറേഷൻ ബേസ്റ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വേറെ പ്ലെയർ ഈ ഫുട്ബോൾ ഇല്ല. ഞാൻ കളിപ്പിച്ചതിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പുള്ളീൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആക്സലറേഷൻ ബേസ്റ്റ് ആരും ചെയ്യില്ല. അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും സ്മൂത്തായിട്ട് ചെയ്യുന്ന ആരുമില്ല. ഇത്രയും ഫാസ്റ്റാണ്. ഇൻപുട്ട് കൊടുത്താൽ അപ്പം പിന്നെ സാധനം ടേൺ എടുത്ത് പോവും. അതാണ് പുള്ളീൻ്റെ ഒരു സംഭവം. ഈ സ്കില്ലിൽ മാസ്റ്ററാണ് പാറ്റോ. റിയൽ ലൈഫിൽ അങ്ങനത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം പുള്ളിക്ക് ഈസിലി ഫിനോമിനൽ ഫിനിഷിങ് കൊടുക്കാം, അല്ലെങ്കിൽ മൊമെൻ്റ് ഡ്രിബിളിങ് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. സ്റ്റിൽ മെറ്റ എന്ന് വിളിക്കാൻ പറ്റുന്ന കാർഡ് തന്നെയാണിത്. ഒരുപാട് പേർക്ക് ഇതിൽ ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവും. ബട്ട് പുള്ളിനെ യൂസ് ചെയ്തിട്ട് പുള്ളീൻ്റെ റേഞ്ച് മനസ്സിലാക്കി കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. പുള്ളി ആക്ച്വലി ഒരു മെറ്റ കാർഡ് തന്നെയാണ് ഗൈസ്, നിങ്ങൾ ബിലീവ് മീ. പുള്ളിൻ്റെ സ്റ്റാറ്റ്സ് വേണേൽ കാണിച്ചില്ല. സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ പുള്ളി സപ്പോർട്ടീവായിട്ടും കളിക്കും, ഗോൾസും അടിച്ചിട്ട് സ്പീഡ് ഉണ്ട്. ഫിസിക്കലി കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ബട്ട് എന്താ പറയുക, പുള്ളിൻ്റെ ഒരു ക്വിക്നെസ്സും കാര്യങ്ങളും കൊണ്ട് മെജോറിറ്റി ഓഫ് ഫിസിക്കൽ ബാറ്റിൽസ് പുള്ളിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു കഴിവുണ്ട്. അപ്പോൾ സ്റ്റാറ്റ്സ് പറയുമ്പോൾ 1776 മാച്ചസ് കളിപ്പിച്ചു. അതിൽ ഇത്രയും ഗോൾസ് അടിച്ചു, കുറച്ച് അസിസ്റ്റ് കൊടുത്തു. എന്തായാലും കിടിലൻ പെർഫോമൻസ് ആണ്. ആരൊക്കെങ്കിലും പാറ്റേൺ യൂസ് ചെയ്ത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം ഗൈസ്. ഓന്നോ കിടിലൻ പെർഫോമൻസ് ആണ് പുള്ളി. ലോങ് റേഞ്ച് ഷൂട്ടിങ് എടുത്താൽ തന്നെ ഒന്നും നോക്കാനില്ല, കിടിലൻ അടിയാണ്. പിന്നെ റോള് അടിപൊളിയാണ്. നിങ്ങൾ ഡെമിറണ്ടർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് റോള്. ഞാൻ കുറച്ച് കളി യൂസ് ചെയ്തിരുന്നു. നല്ല ലേറ്റ് മൂവ്മെൻറ്റ്സും അടിയൊക്കെ അടിപൊളിയാണ്. യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഓൽമായ എടുത്ത് വെച്ചാണ് റെഡ് പില്ല് ബ്ലൂ പില്ല് പറഞ്ഞാൽ കൊണ്ടുവന്ന സാധനം, അതിൽ എടുത്ത സാധനമാണ്. കൊള്ളാം. ഈവൻസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഫെമിൻ ലോപ്പസ് ടോപ്പ് കാർഡാണ് ഗൈസ്. F2Pക്ക് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ആണ്. ഓൽമോനെക്കാട്ടൊക്കെ ഇഷ്ടം ഈ ഫെമിൻ ലോപ്പസിൻ്റെ ഡെമ്മി റണ്ണർ കാർഡ് തന്നെയാണ്. SS ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളാണ് റാമോസ് ബിങ്കോ, ഫ്രാങ്ക് ലംബാർഡ്, കഫു, ഫ്രാൻസിസ്കോ ടോട്ടി. ഇവരെ കഥ വെച്ചാൽ ഒറ്റ ദിവസം 2 മിനിറ്റ് കിട്ടിയ കാർഡ്സാണ് ഇവരൊക്കെ. ടോട്ടി ആൻഡ് കഫുക്ക് 5 സ്പിന്ന് ഒറ്റടിക്ക് കൊടുത്താൽ. അപ്പോൾ അതിൽ ബ്ലാക്ക് ആൻഡ് വൈസ് അടിച്ച് ഫ്രാൻസിസ്കോ ടോക്കി, കഫു, ആയാസ്റോമ മൊത്തം തൂക്കി ഇത് പാക്കിലുള്ള. പിന്നെ ലംബാർഡ് അടിച്ച് കിടിലം ലോ സ്ക്രീമറാണ് പുള്ളി. ആ സ്കില്ല് മാത്രമേ ഉള്ളൂ പുള്ളി. മിക്കവരുടെ അടുത്തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ കിടിലം പ്ലെയറാണ്. ബോക്സ് ആക്കുന്നേക്കാളും നല്ലൊരു AMF ആക്കി കൊണ്ടുവരാൻ പറ്റിയത്. പുള്ളിൻ്റെ സ്റ്റാറ്റ്സ് അങ്ങനെ പോകുന്നത്. ഒഫൻസീവ് സ്റ്റാറ്റ്സ് കിട്ടില്ല, 90 പോകും, ഏകദേശം എല്ലാം പോകും. പിന്നെ റാമോസ് ബിങ്കോ കളിപ്പിക്കാറില്ല, പക്ഷേ ഫ്രീ സ്പിന്നിൽ കിട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. ഷെവ്ചെങ്കോ ഇവൻസിൽ മാത്രം കളിപ്പിക്കുന്ന പ്ലെയറാണ്. OSBL ഞാൻ എന്താ പറയുക 5000 പോയിൻറ്റ്സ് എക്സ്പയർ ചെയ്യാൻ പോകുമായിരുന്നു. അന്നേരം അങ്ങനെ എടുത്ത പ്ലെയറാണ്. അപ്പം പുള്ളിനാടെ വെച്ച് സ്പെയിൻ ഇതിലൊക്കെ കളിപ്പിക്കലുണ്ട്. പിന്നെ ലൂസ് ഡാസ് വന്നപ്പോൾ കുറച്ച് കളിച്ചിരുന്നു, എക്സലൻസ് ബേസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ട്. പക്ഷേ എനിക്ക് പാസിങ് സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി വെച്ചാൽ. ഗുരാസി ഈസ് ഓക്കെ ഫോർ ഹെഡിങ്, ലൈക്ക് ഭയങ്കര ഹെവി പ്ലെയറാണ്. പക്ഷേ 80 എബോ എങ്കിലും ബോൾ കൺട്രോൾ ഡ്രിബിളിംഗ് ഇല്ലെങ്കിൽ പണി കിട്ടും ഹെവി പ്ലേയേഴ്സിന്. അതില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഓബാമേങ്, പിന്നെ ഞാൻ ആ പാക്ക് ഇറക്കിയപ്പോൾ ഒബാമേങ്ങും ബെയില് മാർസലാണ് ഉള്ളത്. അപ്പോൾ മാർസലോ അല്ലാണ്ട് ബെയിലിട്ട ടോപ്പ് കാർഡ് അറിയാലോ. അതിൻ്റെ ഒബാമേങ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് പ്ലെയറാണ്. അപ്പം ഞാൻ കിട്ടാൻ ആഗ്രഹിച്ച പ്ലെയറാണ്. 2018-19 സമയത്താണ് മെയിനായി കളിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് എല്ലാവരും പറയും ഒബാമേങ് ഹൈപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടാത്തൊരു പ്ലെയറായിരുന്നു ആ സമയത്ത്. ആൻഡ് 2020 കളിപ്പിച്ചിരുന്നു, പക്ഷേ 18 ആ ഫീലിംഗ് എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പം ഒബാമേങ്ങിന് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ആക്സലേഷൻ ബേഴ്സ് ഉണ്ടായിരുന്നു. പാറ്റോക്ക് നല്ല പറ്റിയൊരു റീപ്ലേസ്മെൻറ്റാണ് പുള്ളി. പാറ്റോൻ്റെ അത്ര ഭയങ്കര ആ പെർഫോമൻസ് ഉണ്ട് നല്ല പറയുന്നത്. ബട്ട് നല്ല സ്പീഡും കാര്യങ്ങളും പുള്ളി കളിച്ച കളിയൊക്കെ ഇതൊക്കെ ഗോൾസ് ഉണ്ടോ കളി ഡബിള് അല്ലെങ്കിൽ ഹാട്രിക്ക് അങ്ങനെയൊക്കെയാണ് പുള്ളി അധികം മാച്ചസ് അടിച്ചത്. പിന്നെ കുറച്ച് മാച്ചസ് എന്താ പറയുക അസിസ്റ്റാണ് കൊടുത്തത്. അങ്ങനെ കുറേ മാച്ചസ് കളിച്ച മാച്ചസിനനുസരിച്ച് തന്നെ അതിനെക്കാട്ടും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഒബാമേങ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പറയുമ്പോൾ പുള്ളീൻ്റെ മെയിനായിട്ട് പറയുന്നത് ഫിനോമിനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ട്രെയിൻ ചെയ്തത്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രൊഫഷൻ കണ്ടുവച്ചാണ് പുള്ളീനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെർഫോമൻസ് എനിക്ക് വേണ്ട രീതിക്ക് തരുന്നത്. കുറച്ചിട്ട് പുള്ളി നല്ല ലോങ് റേഞ്ച് അടിക്കുക. ലോങ് റേഞ്ച് ഷൂട്ടിങ് കിട്ടിയിട്ടില്ല ഇതുവരെ, പക്ഷേ അതും കൂടി ആഡ് ചെയ്യണം. ആൻഡ് അക്കാഞ്ചി ഞാൻ ട്രെയിൻ ചെയ്തിട്ട് കൂടിയില്ല. ടിംബർ ആൻഡ് സനൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന നല്ല പ്ലെയറാണ്. ന്യൂനസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അണ്ണന് വരുന്ന വരെ ഞാൻ ന്യൂനസിനെ യൂസ് ചെയ്തത്. പെട്ടെന്ന് കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ കിട്ടുന്ന പെർഫോമൻസ് കേസ്. ഇപ്പോൾ F2Pക്കാർക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ഒക്കെ മുടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സ്റ്റാറ്റസ് സെറ്റിന് മാത്രം മുടക്കുന്ന ആൾക്കാർ. അപ്പം അവർക്കൊക്കെ ഉണ്ടൊരു നല്ല യൂസ്ഫുൾ ആയിരിക്കും. സ്കോഡർ വർക്ക് യൂസ് ചെയ്യാറില്ല, പക്ഷേ നല്ലൊരു CB തന്നെ F2P വെച്ച് നോക്കുമ്പോൾ.
യമാൽ മെസ്സിയൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. യമാൽ കുറച്ച് കിട്ടിയപ്പോൾ യൂസ് ചെയ്തിരുന്ന സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കിട്ടിയ സാധനമാണ് ഇൻസാഗി. ഗൈസ് ഇൻസാഗിന് പറയാം ആ പാക്ക് കറക്കാൻ ഉദ്ദേശിച്ചില്ല. ആ പാക്ക് പിന്നെ കറക്കിയിട്ടില്ല, ഫ്രീ സ്പിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ കിട്ടിയ പ്ലെയറാണിത്. EF കണക്ട് നമ്മളെ കോഡ് അടിച്ച് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ച് കറക്കിയാണ്. അപ്പം എനിക്ക് ആരും ടാർഗറ്റ് ഇല്ല, എനിക്ക് ആരും വേണമെന്നില്ല. പക്ഷേ ഇൻസാഗിന് കിട്ടിയപ്പം വാസ് വെരി ഹാപ്പി. മറ്റേ എൻ്റെ ഉള്ള മറ്റേ ഇൻസാഗ് ഉണ്ടല്ലോ, ഫ്രീ ഇൻസാഗ് ഉണ്ടല്ലോ, അതിനെ മാറ്റി ഞാൻ ഈ ഇൻസാഗിനെ പ്ലേസ് ചെയ്തു. കാരണം അറ്റാക്കിംഗ് സർജൻ ടോപ്പ് സ്കില്ലാണ് സത്യം പറയാലോ. അത് ഇൻസാഗി കിട്ടിയപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായി. അവയർനെസ് ഓൾറെഡി 103 അങ്ങനത്തെ പോയി സാധനത്തിന്. അതിൻ്റെ കൂടെ അറ്റാക്കിംഗ് സർജൻ കൂടി ഇട്ടപ്പോൾ കിട്ടില്ലായിരുന്നു. ഞാൻ സൂപ്പർ സബ് ആയിട്ടാണ് യൂസ് ചെയ്യൽ. ആകെ 20 മിനിറ്റ് പുള്ളി കളിക്കുക ഒരു മാച്ച്. ഇതൊരു ഫുൾ മാച്ച് കളിച്ചില്ല, 20 മിനിറ്റ് കളിക്കുക. അതിലടിച്ച് കൂട്ടിയ ഗോൾസാണിത്. അത് ഇമ്പാക്റ്റ്ഫുൾ ഗോൾസ് ആയിരിക്കും. അസിസ്റ്റും ഗോൾസൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളി നുഴഞ്ഞ് കയറി അടിച്ചു തരും. അതാണ് പുള്ളീൻ്റെ പവർ. ജെറാർഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ കളിപ്പിക്കാറില്ല. ഇവൻസ് അല്ലാണ്ട് ഇംഗ്ലണ്ടൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് മിഡ്ഫീൽഡ്. ഇംഗ്ലണ്ടിലെ മിഡ്ഫീൽഡേഴ്സ് അടിപൊളി എൻ്റെ കയ്യിൽ. പിന്നെ റൊണാൾഡോ ഇപ്പം സൈൻ ചെയ്താൽ അറിയാലോ. അപ്പോൾ പുള്ളി എനിക്ക് വേണ്ട പെർഫോമൻസ് തരുന്നത്. ബാറ്റിസ്റ്റൂട്ടിനെ മുന്നേ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ എനിക്ക് ഏകദേശം ആ പെർഫോമൻസ് തരുന്നുണ്ട്. ആൻഡ് കിമ്മിച്ചായിരുന്നു നേരത്തെ കണ്ട സ്ക്വാട്ടർ ബക്ക് എന്ന് പറഞ്ഞത്. അപ്പം കിമ്മിച്ചിന് സൈൻ ചെയ്തെന്നുള്ള അത് യൂസ് ചെയ്യാറില്ല. സ്ക്വാട്ടർ ബക്ക് അടിപൊളി CB ആണ്. പിന്നെ കിട്ടിയ മുത്താണ് നമ്മുടെ കോമ്പനി അണ്ണൻ. എന്താ നമ്മുടെ 200 കോയിന് കിട്ടിയാണ്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 200 കോയിന് കിട്ടിയാണ്. അപ്പോൾ അതിൽ 6 കിട്ടിയാലും ഓക്കെ ആയിരുന്നു. ഒരു കോമ്പനീനെ തന്നു, ഡബിൾ ഹാപ്പി. ആൻഡ് സുനിൽ ഛേത്രിയെ വെറുതെ എടുത്തേ 30 രൂപകളിലപ്പം വെറുതെ എടുത്തതാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ടല്ലോ, പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. നമ്മൾക്ക് 90 എബോവ് സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ തുറാം ഇന്ത്യയിൽ ഏറ്റവും ആൾക്ക് എതിരഭിപ്രായമില്ല. പാറ്റേൺ കുറച്ച് കേൾക്കെങ്കിൽ എതിരഭിപ്രായം ഉണ്ടാവുമല്ലോ. പക്ഷേ പുള്ളിൻ്റെ കാര്യത്തിൽ ആർക്കും ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം എൻ്റെ കാർഡാണ്. പുള്ളിൻ്റെ സിംഗിൾ ബൂസ്റ്റർ ആയിക്കോട്ടെ, ആ ഒരു ഏരിയയിൽ അടിപൊളി ഒരു പെർഫോമൻസ്, ആ ഏരിയ കവർ ചെയ്യും മുത്താണ് സാധനം. ഈ കാർഡാണെങ്കിൽ ഗോളും അടിച്ചു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. 3-4 ഗോളാണെങ്കിലും കിടിലൻ ഗോൾസ് അടിച്ചൊക്കെ. ലോങ് റേഞ്ച് ഒരു സാധനം ഉണ്ട് ഗൈസ്, അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അത് വേണമെങ്കിൽ ഷോർട്സ് ആക്കി ഇടാം. അത് കിടിലൻ സാധനം അടിച്ചിരുന്നു. പിന്നെ ഡിപ്പോൾ എടുത്തിട്ടുണ്ട്, കാര്യമൊന്നുമില്ല, കളിപ്പിക്കാറൊന്നുമില്ല. ഡിപ്പായി ഞാൻ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാണ്ടുള്ള ഒരു പെർഫോമൻസ് ഇല്ല. ആ സാധനമായിരുന്നു ഡിപ്പായിൻ്റെ കളിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം ഗെയിം പ്ലേ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ 9 ഗോൾസ്, അതുപോലെ അങ്ങനെ എന്തോ അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. പുള്ളി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ കോച്ചസിനെ കുറച്ചേ കളിപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ ഒരു ബാലൻസ്ഡ് ബോക്സ് ആണ്. പക്ഷേ ബോക്സിൻ്റെ വേറെ ഉള്ളതുകൊണ്ടേ കളിപ്പിക്കാത്തതാണ്. പിന്നെ വന്നാണ് ഷെൻസ്റ്റേഗർ 200 കോയിനിലാണ് കിട്ടിയത്. കണ്ടാണല്ലോ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ കറക്റ്റ് ടാർഗറ്റ് നോക്കി കൊനാമി തന്നാണ് എനിക്ക്. ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് മത്തായൂസ് ഒറ്റക്കായിരുന്നു DMF കളിച്ചുകൊണ്ടിരുന്നത്. ബോക്സ് ഡിഫൻസീവ് ബോക്സ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഷെൻസ്റ്റേഗർ പോലത്തെ പ്ലെയർ വന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. രണ്ടും ഒരുപോലെ കാണിക്കും. എനിക്ക് രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുപോലെ നോക്കുന്ന, ഒരുപോലെ ഡിഫെൻസ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഗെയിമിൽ. അപ്പോൾ അതാണ് ഷെൻസ്റ്റേഗറെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റീസെൻ്റ്ലി ഇവൻറ്റിൽ കിട്ടിയ പ്ലെയറാണ് ഇവർക്കാം. എനിക്ക് ആകെ ട്രിപ്പിളിങ് പിന്നെ പുള്ളീൻ്റെ ഷൂട്ടിങ് മാത്രമേ വലിയ ഇമ്പ്രസ്സായിട്ട് തോന്നിയിട്ടുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ കളിപ്പിച്ചത് ഭയങ്കര സ്ലോ ആണ് പുള്ളി. പിന്നെ കിട്ടിയ സാധനമാണ് നമ്മൾ മോഡ്രിച്ച്. നമ്മുടെ 500 കോയിൻ ഡിസ്കൗണ്ടിൽ കിട്ടിയ സാധനമാണ് മോഡ്രിച്ച്. എനിക്കൊന്ന് ടോപ്പ് 5 ഓർക്കസ്ട്രേറ്റേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലെയർ കാർഡ് തന്നെയാണിത്. അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് വലിയതായിട്ട് 90 ഒന്നും പോകുന്നില്ല, പെർലോൻ്റെ മാതിരിയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഓർക്കസ്ട്രേറ്റർ എന്ന് നോക്കുമ്പോൾ ടോപ്പ് കാർഡ്സിൽ വരുന്ന കാർഡ് തന്നെയാണ് മോഡ്രിച്ചിൻ്റെ കാർഡ്. ലാസ്റ്റ് കിട്ടിയ സാധനമാണ് നമ്മൾ അഗ്വേറ. പുള്ളി ബ്ലിറ്റ്സ് കളർ ലോസ് നമ്മൾ ഒരുമിച്ച് വരുന്ന ഒരു പ്ലെയറാണ്. റയർ കോമ്പിനേഷനാണ് സ്കില്ല്. അപ്പം അതുള്ളൊരു പ്ലെയറാണ്. ഞാൻ ട്രെയിൻ ചെയ്ത് അറിയാലോ, ലോസ് ക്രീമർ ബ്ലിറ്റ്സ് കളർ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ആ പ്രോഗ്രഷൻ മാറ്റിയിട്ടു, ആ ഗെയിം പ്ലേ ഇട്ട പ്രോഗ്രഷൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചും ബാലൻസ്ഡ് ആക്കി 104 റേറ്റിംഗ് ഒക്കെ പോകും. ഇപ്പോൾ 88 കളൊക്കെ ആക്കി മാറ്റിയതാണ്. അപ്പം കിടിലൻ പെർഫോമൻസ് ആണ്. പുള്ളി അടിച്ച 75 ഗോളിൽ കുറേയൊക്കെ 7 മാച്ച് ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് കിട്ടിയ കുറച്ച് മാച്ചസ് കളിപ്പിച്ചതിന് ശേഷം 7 മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് ഗോൾസ് ഉണ്ട്. എന്നാലും അടിച്ച ഗോൾസ് അധികവും ബ്ലിറ്റ്സ് കളേഴ്സും ലോസ് ക്രീമേഴ്സും തന്നെയാണ്. സിമ്പിൾ ഗോൾസൊക്കെ കുറവായിരുന്നു. അപ്പം പുള്ളി നൈസാണ് ഗൈസ്. ആക്ച്വലി നെക്സ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ മാറും അറിയില്ല. എന്തായാലും അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം വളരെ ലക്ക് കൂടിയൊരു വർഷമായിരുന്നു 2026 കാര്യത്തിൽ. അത് മൊത്തം ചെറിയ കോയിൻസിലാണ് അടിച്ചത്. ഇപ്പോൾ കോയിനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് തുറാമിന് വേണ്ടി മാത്രമാണ്. അതും 100 റുപ്യ. എൻ്റെ ഒരു ദിവസത്തെ ബിരിയാണി കട്ട് ചെയ്തിട്ടാണ് ഞാൻ 100 റുപ്യക്ക് കോയിൻ വാങ്ങി തന്നിട്ട് കറക്കി തന്ന്. അതാണ് വലിയ കാര്യം. ഇപ്പം പൈസ മുടക്കുന്നുണ്ടെങ്കിൽ കിട്ടണമല്ലോ. ഞാനാകെ മുടക്കിയത് 100 റുപ്യ, കിട്ടിയത് തുറാം. അതും 3rd സിംഗിൾ സ്പിൻ 100 കോയിനിൽ. ഭയങ്കര ഹാപ്പിയാണ്. അത് എൻ്റെ കാർഡാണ് അവിടുത്തെ ആ ഒരു പൊസിഷനിൽ. അപ്പം ആ ഒരു തരത്തിലാണ് ഇപ്പം
ഈ തുറാമൊക്കെ കിട്ടിയത്. ഇപ്പം ഇതാണ് എൻ്റെ 2026 അവസാനിക്കുമ്പോൾ എൻ്റെ സ്ക്വാഡ് ഞാൻ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ആകെ പറയാനുള്ളത് തുറാമും പാറ്റുമാണ് ഭയങ്കര അത്രയും ടോപ്പിൽ മെറ്റാന്നൊക്കെ പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ മെറ്റാന്നുള്ളെങ്കിലും ടോപ്പ് കാർഡ്സ് തന്നെയാണ്. എനിക്ക് പ്രീമിയം കാർഡ്സ് കുറേ അണ്ടർ 900 കോയിൻസിൽ കിട്ടിയത്, കുറേ വെളിച്ചം കിട്ടിയെന്നറിയാം. എന്നാലും നിങ്ങൾ ആർക്കൊക്കെ കിട്ടി ലക്കി ആയിരുന്നു ഈ വർഷം എന്നൊക്കെ പറയാം. ഈ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഗൈസ്. സോ ബൈ ഗൈസ്.